ഹരൻ സാർ സിനിമയുമായി ബന്ധപ്പെട്ട് മദ്രാസിലെത്തിയ കാലം മുതൽ തന്നെ അദ്ദേഹവുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ് നമ്മുടെ അടുത്ത അതിഥി. സംവിധായകനായി മലയാള സിനിമയിലേക്ക് വന്നു, നടനായി ഇന്ന് നമ്മളെല്ലാവരും അറിയപ്പെടുന്ന പ്രശസ്തനായ നടനാണ് ശ്രീ പി ശ്രീകുമാർ. അദ്ദേഹമാണ് നമ്മുടെ സമാഗമത്തിൻ്റെ അടുത്ത അതിഥി. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഏതാണ്ട് 1965 മുതലുള്ള ബന്ധമാണ് അല്ലേ? എന്താണ് ഇത്രയധികം ഈ ബന്ധം തിക്കാവാനുള്ളൊരു കാരണം? ഇന്ന് വരെ ഒരു മനുഷ്യരെ പറ്റിയും അദ്ദേഹം ഒരു കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരും നല്ലതാണെന്ന് പറയുക, കഴിവതും ഒരു മനുഷ്യരെക്കുറിച്ചും ഇത്രയും വർഷത്തിനിടയിൽ അദ്ദേഹം മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ താഴ്ച ഉയർച്ചയിൽ അദ്ദേഹം വളരുമ്പോഴൊക്കെ ഞാൻ വളർന്നിട്ടില്ലായിരുന്നു. ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ മുമ്പേ വളരെ താഴെ നിൽക്കുന്ന ഒരാളാണ്. ഈ ഇങ്ങനെ ഉയർന്ന് പടർന്ന് പന്തലിച്ചു പോകുമ്പോഴും മദ്രാസിലെ ആദ്യത്തെ ചൂടുകൾ അനുഭവിച്ച സമകാലികർ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും ആ ബഹുമാനം നമുക്ക് തരികയും ആ പഴയ സുഹൃത്തുക്കളുടെ ഭാവം തന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ കുടുംബത്തിൽ ഹരിഹരൻ എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മാവൻ്റെ സ്ഥാനമൊക്കെയാണ്. പിന്നെ മനോഹരമായിട്ട് പാടും. ഞാൻ കാണുമ്പോഴും മുക്കാറും പാട്ടുകളാണല്ലേ, അസലായിട്ട് പാടും. അത് പലർക്കും അറിഞ്ഞുവിടാത്തൊരു കാര്യമാണ്. നമുക്കത് ഞാനിതിൻ്റെ ഒരു പരിപാടിയുടെ അവസാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഹരൻ സാറിനെ കൊണ്ട് പാടിക്കണം വിചാരിച്ചു. മാത്രമല്ല ഈ മയൂഖത്തിലെ പാട്ടുകൾ ഇദ്ദേഹം തന്നെ എഴുതിയ പാട്ടുകളുണ്ട്. പാട്ട് ഇദ്ദേഹം തന്നെ ട്യൂൺ ചെയ്തതാണ് ശരിക്ക്. അതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. ആ ട്യൂണുകൾ ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അങ്ങനെ അദ്ദേഹത്തിനടുത്ത് ഈ രാഗമൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ അതിമനോഹരമായിട്ട് അപ്പോഴും ഒരു മ്യൂസിക് സെൻസിൽ തന്നെയാണ്, നല്ല മ്യൂസിക് സെൻസ് ഉള്ള ഒരു ഡയറക്ടർ. എന്നായിരുന്നു ഈ പരിചയം തുടങ്ങിയെന്ന് ഓർമ്മയുണ്ട് സാറിന്? ഒരു ഫസ്റ്റ് ഞങ്ങൾ സ്റ്റുഡിയോ AVM സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആദ്യമായി കണ്ടു, പരിചയപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അല്ലല്ല, ജയമാരുതിയിൽ കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് അതിൽ ആദ്യം ഇദ്ദേഹത്തിനെയാണ് ഫിക്സ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് അന്ന് വരാനൊക്കാതെ വേറെ ഏതോ ഒരു പടം ഉണ്ടായപ്പോഴത്തേക്ക് IV ശശി അതിൻ്റെ ഡയറക്ടറായിട്ട് വയ്ക്കുകയായിരുന്നു. ഞാൻ IV ശശിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ IV ശശിയെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവൻ ഒരു ആർട്ട് ഡയറക്ടർ മാത്രമല്ല, അവനിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ കണ്ണൂർ ഡീലക്സ് ഞാൻ എബിരാജിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ കൃഷ്ണനായ സാറിൻ്റെ കൂടെ JD തോട്ടൻ്റെ കൂടെ അപ്പം ഞാൻ IV ശശിയോട് പറഞ്ഞു, നീ പോയിട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. അയ്യോ അത് ബുദ്ധിമുട്ടല്ലേ അവനെ സംബന്ധിച്ചോളം. അന്ന് ഞാൻ പറഞ്ഞിടാ നീ വർക്ക് ചെയ്യും, എൻ്റെ ഫീൽഡ് അതാണ്, നീ നോക്കിക്കോ. അങ്ങനെ പറഞ്ഞു. ഞാനാണ് കൊണ്ടുപോയി എബിരാജിൻ്റെ അടുത്ത് T വാസവൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശരി. ഞാൻ ശ്രീകുമാറിനെ നോട്ട് ചെയ്യാനൊരു കാരണം എന്ന് വെച്ചാൽ അന്ന് സീത എന്ന് പറഞ്ഞ കഥ സിനിമയാക്കി. അത് വാസ്തവത്തിൽ ഇൻഡസ്ട്രിയിൽ തന്നെ വാസ്തവത്തിലൊരു സംസാര വിഷയമായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് വളരെ ധൈര്യപൂർവ്വം എടുക്കാൻ ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ മുന്നോട്ട് വരാത്ത കാലത്ത് അത് ഇയാൾ സിനിമയാക്കി. അപ്പോഴാണ് നോട്ടബിൾ ആവുന്നത്. മറ്റേ ഇയാൾ നമ്മൾ ഉദ്ദേശിച്ചത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം എടുത്തിരിക്കുന്ന സിനിമകളൊക്കെ ആ ടൈപ്പാണ്, അങ്ങനെയുള്ളതാണ്. അതൊക്കെ നാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ഒക്കെ പോയിട്ടുള്ളതാണ്. പിന്നെ എല്ലാ രീതിയിലും നമ്മുടെ സിനിമാക്കാർ തന്നെ ചിലപ്പം പറയാറില്ലേ, വളരെ തിരക്കൊണ്ട് കുടുംബം നോക്കാൻ. കുടുംബത്തിനെയൊക്കെ പറ്റി ഇത്ര ഭദ്രദീപം പോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ. കുട്ടികളുടെ കാര്യം ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴത്തേക്ക് സിനിമ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കുട്ടികളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യമൊക്കെയാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ സാഹിത്യവും കലയും സംഗീതവും ഒക്കെ സംസാരിക്കാറുണ്ട്. ഹരൻ സാറിൻ്റെ സിനിമയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ശ്രീകുമാർ ചേട്ടൻ ഓർമ്മ വരുന്നൊരു സിനിമയാണ് ഹരൻ സാറിൻ്റെ. എനിക്ക് അമൃതംഗമയ, അതുപോലെ തന്നെ ആരും ശ്രദ്ധിക്കാതെ പോയി അസൽ വർക്കാണ് എൻ്റെ ജാനകിക്കുട്ടിക്ക്. ഹരിഹരൻ്റെ ശരിയായ സിനിമകളെപ്പറ്റി എൻ്റെ ഇപ്പോഴും ഉള്ള കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഹരിഹരന് കിട്ടേണ്ട സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? മലയാള സിനിമയിലൊരു നല്ല സംവിധായകരെന്ന് ജനം പറഞ്ഞാൽ മാത്രം പോരാ, ചരിത്രപരമായിട്ട് ഈ പടങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഇത് നമുക്ക് തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷനും ഈ പറഞ്ഞില്ലേ, ഇപ്പം കോളേജുകളെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിരസിച്ച് കളയാം. പക്ഷേ ഒരു കോമഡി ഫിലിം, നായകനെ കോമഡി ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ട്രെൻഡ് പിന്നെ മലയാള സിനിമയിൽ ഉണ്ടാക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഹരിഹരനാണ് ഉണ്ടാക്കുന്നത്. ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ MT വാസുദേവൻ നായരുടെ പടങ്ങൾ തന്നെ ജനങ്ങൾ മധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്ന് തെളിയിച്ച രണ്ട് സംവിധായകന്മാരാണ് ഹരിഹരനും
ഐ വി ശശി. നമ്മളത് മറക്കാൻ പാടില്ലാത്തവരാണ്. അതിൻ്റെ മനോഹാരിത ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ ഈ ഫെസ്റ്റിവലിലൊക്കെ ഹരിഹരന് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് പറഞ്ഞത്. ഈ ഫെസ്റ്റിവലൊക്കെ സിനിമയുടെ ചരിത്ര ഭാഗങ്ങളും പുതിയ തലമുറയ്ക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ആരാണ് എന്താണെന്ന് സിനിമയെ മനസ്സിലാക്കാൻ കഴിയും. ഇവരുടെയൊക്കെ സിനിമകളെ നമ്മൾ അവരെന്ന് പറഞ്ഞ വ്യക്തികളെയൊക്കെ നമ്മൾ വിളിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തി ഒരു വേദി ഇരുത്തി ഒരു വാക്ക് പറയാൻ കൊടുത്തു എന്നുകൊണ്ട് അംഗീകാരം ആവുന്നില്ല. ആ സിനിമകൾ ചർച്ച ചെയ്യപ്പെടണം, അതിനെപ്പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാവണം. ഇവിടെ ചലച്ചിത്ര അക്കാദമിയുണ്ട്. ഹരിഹരൻ്റെ എത്ര പടങ്ങളെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ വീരഗാഥ അനുസർ സിനിമയാക്കിയതുപോലെ അങ്ങനെ എന്തെങ്കിലും ചരിത്ര സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വേണ്ടിയാണ് 8 വർഷം റിസർച്ച് ചെയ്തിട്ട് മഹാഭാരതത്തിൽ നിന്ന് കർണൻ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹം സിനിമയാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വടക്കൻ വീരഗാഥ ഒരു ലെജൻഡ് വർക്ക് എന്ന് പറയണ പോലെ തന്നെ തീർച്ചയായിട്ടും കർണൻ മറ്റൊരു ഹരിഹരൻ്റെ ലെജൻഡ് വർക്കായിരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയം. അല്ല, കർണൻ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചതാണ്. തീർച്ചയായിട്ടും അതൊരു സിനിമയാക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സംഭവമായി മാറും. പണ്ടെടുത്ത കർണൻ മാതിരി അല്ല. ഇന്നിപ്പോൾ സാങ്കേതികമായിട്ടൊക്കെ ഒരുപാട് ഡെവലപ്പായ സ്ഥിതിക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യാവുന്ന ഒരു ഫിലിമായി കൊണ്ടുവരും. പക്ഷേ ഇവിടെ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ഇതിനൊക്കെ ടേസ്റ്റുള്ള നിർമ്മാതാക്കൾ വേണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ രണ്ടുപേരുടെയും മനസ്സിൽ ഈ സ്ക്രിപ്റ്റും ഈ കഥയും ഉള്ളതുകൊണ്ടും ഈ ഒരു പ്രോജക്റ്റ് മനസ്സിലുള്ളതുകൊണ്ടും സമീപ ഭാവിയിൽ തന്നെ അത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം.